Hi guys, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡാഡാസ് ക്യൂരിയോസിറ്റി മാറ്റിയിട്ട് ഷബ്സ് പൊണ്ടാട്ടിയൻ ഫാമിലി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹസ്ബൻഡ് വരുന്ന ടൈമിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. ഡാഡാസ് ക്യൂരിയോസിറ്റി എന്നൊരു ചാനൽ നമുക്കുണ്ട്. അത് ഇവാനയുടെ വീഡിയോസിന് വേണ്ടി മാത്രമായിട്ട്. ഇത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് തയ്യാറാക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമുക്കൊരു ചട്ടിയൊക്കെ മേടിച്ചു കേട്ടോ. നമ്മൾ പെറുകട മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇതാണ്ടോ അങ്ങനെ മീൻ വെക്കാനായിട്ട് നമ്മളൊരു പുതിയൊരു ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു അവിയലും സാമ്പാറും മീൻ കറിയും മീൻ ഫ്രൈയും ആണ്. അപ്പൊ അവിയലിന്റെ കഷ്ണമെല്ലാം ഞാൻ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതങ്ങ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിയൽ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് മീൻ കറിക്കും അവിയലിനും അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ മീൻ പുതിയ ചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത്. അപ്പൊ നമുക്ക് ഫിഷ് കറിയുടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചേർക്കാം. ഫിഷ് ഫ്രൈ എല്ലാം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇത് അവിയൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. മൺചട്ടിയിൽ അവിയൽ വെക്കുമ്പോഴും മീൻ കറിയൊക്കെ വെക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദ കേട്ടോ. മീൻ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മാരേജിന് മുമ്പ് എനിക്ക് മീൻ മാഗ്നേറ്റ് ചെയ്ത് ഉപ്പിടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഇങ്ങനെ മസാല ചെയ്ത് വെച്ചിട്ട് അമ്മയെ വിളിക്കും ഉപ്പിടാൻ. അപ്പോൾ അമ്മ ചോദിക്കും നീ മാരേജ് കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറയും അപ്പം ഞാൻ പഠിച്ചോളാം പറയും. അങ്ങനെ ഇപ്പോൾ ഞാൻ പഠിച്ചോട്ടെ. ഇപ്പോൾ എനിക്ക് നല്ലപോലെ കുക്കിംഗ് അറിയാം. മാരേജിന് മുമ്പ് പിന്നെ നോർമലി നമുക്കതും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്ത് തരുമല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ മീൻ കറിയൊന്നും വെക്കാറില്ല. ഇതുകൊണ്ടിട്ട് ഞാൻ വെച്ചതാണ്. അവിടെ വെച്ച് ഞാൻ എനിക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ മീൻ കറി കുക്കിങ്ങിന് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഭയങ്കര പഠിച്ചാണ്. ഞാൻ വെറുതെ ഫുൾ ടൈം കിടന്നിട്ട് എന്നോട് എടുക്കുമല്ലോ. ഇപ്പോൾ പക്ഷേ പഠിച്ചോളൂ. ഉപ്പിടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 15 മിനിറ്റ്സ് ഇരിക്കട്ടെ. ബാക്കി കറിയാവുന്ന ടൈമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്കത് റെഡിയാണ്. അപ്പോൾ ഒന്ന് താളിച്ചാൽ മാത്രം മതി. നമുക്ക് കടുകിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫിഷ് ഫ്രൈ കൂടെ ചെയ്താൽ മതി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കി പ്ലേറ്റ്സ് എല്ലാം കൂടെ വാഷ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ലഞ്ച് ഇവിടെ റെഡിയാണ്. ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈയും കൂടെ ആയ ലഞ്ച് ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ അവിയലായിട്ടുണ്ട്, ഫിഷ് കറി ആയിട്ടുണ്ട്, റൈസ് റെഡിയാണ്. പിന്നെ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പാറും ഉണ്ട്. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് കൂടെ ഉള്ളൂ. ഓൾറെഡി പ്ലേറ്റ്സ് എല്ലാം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ടോപ്പ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്ന ചൂട് ചോറും സാമ്പാറും അവിയലും നല്ല വാള മീൻ ഫ്രൈയും നല്ല തേങ്ങ അരച്ച മീൻകറിയും കൂടെ കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.